ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം. നോമ്പിൻ്റെ 5-ാം ദിന ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. അർത്ഥവത്തായ പ്രാർത്ഥന എങ്ങനെ നിർവഹിക്കണമെന്ന് നമുക്ക് കാട്ടിത്തരുന്ന മാതൃകായോഗ്യമായ ഒരു സംഭവമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12-ാം തിരുവചനം മുതൽ കാണുന്നത്. പാളയത്തിന് പുറത്തു നിന്ന് പട്ടണമധ്യേ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ലോകവൈദ്യൻ്റെ അരികിലേക്ക് സത്യത്തിൽ ആ കുഷ്ഠരോഗി യാത്ര ചെയ്തു അടുത്തു. എന്തു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല, ചിന്തിച്ച് ഉറപ്പിച്ചിട്ടുമില്ല. എന്നാൽ ആ മനസ്സിൽ വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ ആ യുവാവ് സൃഷ്ടികർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി. അപ്പോൾ അവൻ്റെ ശിരസ് ക്രിസ്തുവിൻ്റെ പാദത്തിന് സമമായി. ഈ ഭാഗത്തിൻ്റെ വ്യാഖ്യാനം നിർവഹിച്ച ഒറിഗൺ പിതാവ് ഇപ്രകാരം പറയുന്നു: എത്ര ശ്രമിച്ചാലും സൃഷ്ടിക്ക് സൃഷ്ടാവിൻ്റെ പാദത്തോളം മാത്രമേ വളരുവാൻ കഴിയൂ. സൃഷ്ടാവോളം വളരണമെന്ന് പഠിപ്പിക്കുന്ന ആധുനിക ആത്മീക സമൂഹത്തിന് ഒറിഗൻ്റെ ഈ പ്രസ്താവന ഒരു അപവാദമാണ്. ശരീരമാസകലം കുഷ്ഠം നിറഞ്ഞ ആ മനുഷ്യന് മറ്റൊന്നും പ്രാർത്ഥിക്കുവാനില്ലായിരുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക. ദൈവഹിതം നമ്മിൽ നിറവേറണം എന്ന ഏക മന്ത്ര ഉച്ചാരണം അല്ലാതെ മറ്റൊന്നും വാസ്തവത്തിൽ ആ കുഷ്ഠരോഗിയിൽ ഇല്ലായിരുന്നു. കുഷ്ഠരോഗിയായ ആ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്നു ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. ക്രിസ്തുവിനരികിൽ കമിഴ്ന്നു വീണു എന്ന പ്രയോഗവും സുവിശേഷകൻ സൂചിപ്പിക്കുന്നു. തന്നിലെ അശുദ്ധി, പാപബോധം, അപകർഷതാബോധം എന്നിവ സത്യത്തിൽ ആ മനുഷ്യനെ നിലത്തോളം താഴ്ത്തിക്കളഞ്ഞു. ആ മഹാവൈദ്യൻ്റെ മുമ്പിൽ താൻ ഒന്നുമല്ല എന്ന ബോധം ആ മനുഷ്യനിൽ ശക്തമായി. ആ ബോധമാണ് സത്യത്തിൽ ഓരോ നോമ്പുകാരനിലും നിഴലിച്ചു കാണേണ്ടത്. മാതൃകാ പുരുഷനായ കുഷ്ഠരോഗി കാട്ടിത്തരുന്ന 2-ാം ഗുണപാഠമാണ് ഈ ദിവ്യമായ ബോധം. രോഗി എന്ന നിലയിൽ വൈദ്യനായ ക്രിസ്തുവിനരികിലെത്തിയ കുഷ്ഠരോഗി സൗഖ്യം നൽകണമേ എന്ന് വേണം പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കാതെ ശരീരാത്മദേഹികളുടെ ശുദ്ധീകരണത്തിനായി അദ്ദേഹം അപേക്ഷിച്ചു. ദൈവ സാന്നിധ്യത്തിൻ്റെ സാഫല്യതയിൽ എത്താൻ മനസ്സ, വാച, കർമ്മണ ശുദ്ധീകരണം ആവശ്യമാണെന്നുള്ളതാണ് 3-ാം ഗുണപാഠം. ക്രിസ്തുവും ഭക്തരും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് ഈ കുഷ്ഠരോഗി നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് ഒരു ഭക്തന് കടന്നു വരാൻ വ്യക്തിപരമായി ഉണ്ടെന്ന് ബോധ്യമുള്ള കുറവുകളെ, ആ കുറവുകളോടു കൂടി ക്രിസ്തു സന്നിധിയിലേക്ക് നാം എത്തിച്ചേരണമെന്നാണ് കുഷ്ഠരോഗി നമ്മെ പഠിപ്പിക്കുന്നത്. എങ്ങനെ ദൈവസന്നിധിയിലെത്താം, എങ്ങനെ പ്രാർത്ഥിക്കാം, എന്താണ് പ്രാർത്ഥന എന്നീ വിഷയം നാം പഠിക്കുവാൻ ഈ കുഷ്ഠരോഗിയെ ഒന്ന് മാതൃകയാക്കാം. ഈ പാഠങ്ങൾ നോമ്പിൽ നമുക്ക് നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ശുഭദിനം. നന്ദി.